ഹായ് വെൽക്കം ബാക്ക് ടു നിസി വ്ളോഗ്സ്. അപ്പോൾ എൻ്റെ വീട്ടിലെത്തിട്ടോ. റമദാനായിട്ട് നോമ്പ് തുറക്കാൻ വന്നതാണ്. ഇനി മുതൽ വീട്ടിലത്തെ വീഡിയോസ് കാണാം. അപ്പം രാവിലെ അനിയൻ്റെ കൂടെ പോവാണ്. കുൽക്ക് യാ മോനെ ഇറങ്ങാൻ ചാമ്പക്ക നോമ്പായി ഗൈസ്. അപ്പോൾ ഫുള്ള് പാക്കാക്കി നമ്മൾ കണ്ണടഞ്ഞാത്ത വഴി. അപ്പോൾ നമ്മൾ തറവാട്ടിലേക്ക് വല്യമ്മനെ കാണാൻ പോയതേനു, ഉമ്മമ്മനെ കാണാൻ. അപ്പം ഉമ്മമ്മക്ക് കുറച്ച് ഈത്തപ്പഴം സ്വന്തം വെള്ളമൊക്കെ കൊടുക്കാണ്ടേനി. അവിടെ ഉംറക്ക് പോയി വന്നോണ്ട് അപ്പം അതൊക്കെ കൊടുക്കാൻ ഇങ്ങനെ പോയോണ്ടിരിക്കണേ. ഉമ്മമ്മൻ്റെ അടുത്ത് നിന്ന് ഇതൊക്കെ കഴിഞ്ഞ് തറവാട്ടിൽ നിന്ന് പോകുന്നത് പിന്നെ ഇത് ചെറിയ എളാപ്പൻ്റെ അവിടെയാണ്. അപ്പോൾ ഇവിടെയും കുറച്ച് വെച്ചില്ല ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ്. ഇത് വലിയ എളാപ്പൻ്റെ അവിടെയാണ്. ഇവിടെ ഇനി കല്യാണമാണ് കേട്ടോ. ഏപ്രിൽ 15-ാം തീയതി അനിയത്തിൻ്റെ കല്യാണം ഉണ്ട്. അപ്പം വീട് പണിയൊക്കെ ആയിട്ട് ജോറാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഒരു 11 മണിയൊക്കെ ആണ്. അപ്പം ഇനി എന്ത് ചെയ്യണം, നോമ്പറക്കാളൊക്കെ കുറച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഡ്രസ്സൊക്കെ നോക്കാൻ പോകാമെന്ന് പറഞ്ഞിരുന്നു. ഇന്നത്തെ ജ്യൂസൊക്കെ ഫ്രീസറിൽ ഫ്രീസായി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റി. അപ്പോൾ നോമ്പറക്കാളൊക്കെ ഏകദേശം സെറ്റാക്കി. ചിക്കൻ കറിക്ക് വറവിടാനുള്ള റെഡി ആയിട്ടുണ്ട്. പത്തിരിയൊക്കെ ഉമ്മ ചുട്ട് ഫുള്ള് സെറ്റാണ്. അപ്പോൾ നമ്മൾ പോകട്ടെ ഗൈസ്. എന്ത് തട്ടുക പവറൊക്കെ കൈമ നീ നോമ്പ് കടിച്ച അപ്പൊ നോമ്പായോണ്ട് ലോങ് പോകാൻ പറ്റില്ല. അപ്പൊ കൊണ്ടോട്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാന്നപ്പോ ഇമ്മക്ക് ഡ്രസ്സ് കിട്ടി. ഇമ്മക്ക് കസിൻസിന് ഏകദേശം ഒപ്പിച്ചു. പിന്നെ ഞങ്ങള് വൈക്കുന്ന വല്യമ്മേനെ ഡ്രോപ്പ് ചെയ്ത് വല്യമ്മയുടെ കൊണ്ടോട്ടിണ്ടേനു. അപ്പം ഇന്ന് 2 വല്യമാരെയും കണ്ടിട്ടോ. ഒരു ദിവസം കൊണ്ട് ആ ടാസ്ക് തീർത്തിരുന്നു. അപ്പോൾ നോമ്പറക്കാൻ വന്നപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലെത്തി. ഈ കവർ കണ്ടോ, സാധനങ്ങളൊക്കെ ഉണ്ട്. മുറ്റം കണ്ടോ ഗൈസ്, അടിച്ചു തരാത്ത പോലെയാണ്, അത്രക്കും ചണ്ടി പോകും. ഡെയിലി അടിച്ചു തരുന്ന മുറ്റാട്ടോ. പിന്നെ നമ്മൾ വന്നിട്ട് പൊളിച്ച കേക്കുകൾ സെറ്റാക്കാനുള്ളതിനു ഫിഷ് ഫ്രൈ ചെയ്ത് ഒരു ഭാഗത്ത്, റൈസ് ഇവിടെ തിളക്കുന്നുണ്ട്. പിന്നെ ടൈം ഉണ്ടായപ്പോൾ സമൂസ ഉണ്ടാക്കാന്ന് പറഞ്ഞു. സമൂസ ഉണ്ടാക്കാന്ന് പറഞ്ഞു. അങ്ങനെ സമൂസ ഉണ്ടാക്കി. നോമ്പ് തുറക്കാനുള്ളതൊക്കെ ഫുള്ളും ടേബിളിൽ കൊണ്ടേക്ക്. നല്ല ടയർഡായി. നമ്മളിപ്പോൾ ഷോപ്പിങ്ങിന് എവിടെയും പോയാലും ഇപ്പോൾ ഇതാണല്ലോ അവസ്ഥ.
സ്പെഷ്യൽ ഡ്രിങ്ക്സ് ഉണ്ട് കേട്ടോ. ഫുള്ള് ഹെൽത്തി ആയിട്ടുള്ള ഓട്സ്, ഷുഗർലെസ് ആയിട്ടുള്ള എന്തൊക്കെ റോബസ്റ്റൊക്കെ ഇട്ടൊരു മിക്സ് ഉണ്ടായിരുന്നു. ഓൻ അതാ കഴിച്ചുകൊണ്ടിരുന്നത്. ഓന് ഭയങ്കര ഡയറ്റാണ്. അപ്പോൾ ഞങ്ങൾ അയലക്കത്തു നിന്ന് നല്ല അടിപൊളി ചക്ക കിട്ടീന് കേട്ടോ. ചക്ക ഒന്നും കഴിക്കാത്ത, പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇമ്മാരി പിരാന്തന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ചൂടുവെള്ളത്തിൽ ചൂടാറാൻ ചൂടുവെള്ളത്തിൽ ഐസും കട്ടിട്ട് കുടിക്കുന്നു.